പറയുന്നത്? ഷോ, ഇതിപ്പോ ആര് കുറ്റിന്റെ തല എന്റെ തലയ്ക്കാണല്ലോ. പെണ്ണായതുകൊണ്ടായിരിക്കും അല്ലേ? ഈ ചാട്ടമായിരിക്കും അവരോട് നീ ചാടണത്. ചുമ്മാതാണ് അവിടെ ഓരോന്നൊക്കെ കാണിക്കണത്. നീ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ വരാം. നീ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ പോരെ, നാളെ ഇവിടുന്ന് പോകാം. അതെന്താ? നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, അമ്മ ഇയാളുടെ സ്വഭാവം കൊള്ളില്ല, ഈ കല്യാണം വേണ്ടാന്ന്. അന്ന് അമ്മ ഒരു ഒറ്റ ഒരിക്കലും നിർബന്ധം കാണുമോ ഞാൻ കല്യാണം കഴിച്ച്. കല്യാണം കഴിഞ്ഞ് എല്ലാം മാറുമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഇവിടുത്തെ പീഡനം സഹിക്കാൻ ഞാൻ ദുബായിക്ക് പോയത്. ഇപ്പൊ അവിടെയും ചെന്നിട്ട് പീഡിപ്പിക്കുക. ഷോ, എനിക്കിനി ഇതൊന്നും സഹിക്കാൻ വയ്യമ്മേ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല കല്യാണാലോചനയായത്. ദുബായിൽ നല്ല സൂപ്പർ ജോലി, അവിടെ ഫ്ലാറ്റ്, ഇട്ട് മൂടാനുള്ള കാശ്. നീ അത് ഓർക്ക്. എനിക്ക് വിചാരം എന്താണെന്നറിയാം, കുറെ പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അങ്ങോട്ട് ജീവിക്കാണ്. അതൊന്നും അല്ല അമ്മ കാര്യം, മനസമാധാനമാണ് കാര്യം. എനിക്ക് മടുത്തു, ഇനി ഞാൻ അങ്ങോട്ടില്ല. ഓരോ പെണ്ണുങ്ങൾ എന്തൊക്കെയാ ഭർത്താക്കന്മാര് ചെയ്യുന്നത്. ഇതും കുടിക്കത്തും വലിക്കത്തൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഒരു അടിയല്ലേ, അതങ്ങ് സഹിക്കണം. സഹിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിന്റെ ജീവിതം നല്ലതാവത്തതേ ഉള്ളൂ. ഒരു കുഞ്ഞും കൂടായി കഴിയുമ്പോൾ അതൊക്കെ മാറുപടി അമ്മേ. ഇനി ഇതിന്റെ ഇടയ്ക്കോട്ട് കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരാത്ത കുഴപ്പമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെന്നേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലൊന്നും ഒരു പിള്ളേരും വളരാൻ പാടില്ല. അവനോട് പറയാൻ എന്തായാലും പറ്റത്തില്ല. ആ ചെറുക്കൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇനി നിന്റെ ഇതും കൂടെ കേട്ടിട്ട് ആ ചെറുക്കൻ ടെൻഷൻ അടിച്ച് നീ ഇനി വന്ന് നിൽക്കുന്ന അവനൊന്നും ആലോചിക്കാതെ പറയും. അവന്റെ ഭാവിയും കൂടെ പോകുന്നത് അവൻ ഓർക്കത്തതേ ഇല്ല. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണ പോലെ നീ കേക്ക്. നീ പോയി നമുക്ക് രണ്ടും കൂടെ പോയി ഡ്രസ്സെല്ലാം എടുത്തോണ്ട് ഇനി വരാം. തൽക്കാലം ഇപ്പം നീ മീൻകറിയൊക്കെ കൂടി ചോറും ഞാൻ ഇച്ചിരി അങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു വരുമ്പോഴേ. നീ മീൻകറിയൊക്കെ കൂടെ ചോറും നീ നല്ലതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങും. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബാഗൊക്കെ പോയി എടുത്തോണ്ട് വരാം. നാളെ ഇവിടുന്ന് പോകാം. ഞാൻ ആ ആരുണിൻ്റെ ടാക്സി വിളിക്കാം. അതിൽ അമ്മ കൊണ്ടാക്കാം.